ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പാവാന്ധകാരത്തിലാണ്ടു കിടന്നു ഞാൻ പാരം വലഞ്ഞൊരു നാളിൽ, ചാരത്തണഞ്ഞെന്നിൽ ആശ്വാസം നൽകിയൊരേശുവിൻ ദിവ്യമാം സ്നേഹം, യേശുവിൻ ദിവ്യമാം സ്നേഹം. പാവാന്ധകാരത്തിലാണ്ടു കിടന്നു ഞാൻ പാരം വലഞ്ഞൊരു നാളിൽ, ചാരത്തണഞ്ഞെന്നിൽ ആശ്വാസം നൽകിയൊരേശുവിൻ ദിവ്യമാം സ്നേഹം, യേശുവിൻ ദിവ്യമാം സ്നേഹം. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരകുളം. പരിപാലകനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന യഹോവയുടെ ദൂതൻ എന്നുള്ളതായിരിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് തൻ്റെ 2 ഭാര്യമാരോടും തൻ്റെ 2 വെപ്പാട്ടികളായിരിക്കുന്ന വ്യക്തികളോടും ചേർന്ന് 11 മക്കളുമായിട്ട് യബ്ബോക്ക് എന്ന് പറയുന്ന കടവിൽ വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയതായിരിക്കുന്ന യാക്കോബ് എന്ന പിതാവ് തൻ്റെ എല്ലാവിധമായിരിക്കുന്ന സ്വത്തും സമ്പത്തുമായിട്ട് കടന്നു വന്നിരിക്കുന്നു. കൂടെ തൻ്റെ മക്കളുമുണ്ട്. ഈ അവസ്ഥയിൽ യബ്ബോക്ക് എന്ന് പറയുന്ന കടവ് എല്ലാവരെയും അദ്ദേഹം കടത്തിവിടുന്നു. ധീരനായ ധൈര്യശാലിയായ ഒരു പുരുഷനായിട്ടാണ് യാക്കോബ് ഇവിടെ വെളിപ്പെടുന്നത്. എല്ലാവരെയും കടത്തിവിട്ട ശേഷം യാക്കോബ് തനിച്ച് അവിടെ കരയിലായിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹവുമായിട്ട് മല്ല് പിടിക്കുന്നു. മല്ല് പിടിക്കാനായിട്ടുണ്ടായതായിരിക്കുന്ന കാരണം എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ യാക്കോബ് പിതാവും കടന്നു വന്നതായിരിക്കുന്ന വ്യക്തിയും തമ്മിൽ ശക്തമായ മൽപ്പിടുത്തം ഉണ്ടായി. മൽപ്പിടുത്തം ഉണ്ടാകുന്ന വേളയിലെ യാക്കോബ് പിതാവിന്റെ തുടയുടെ തടം ഉളുക്കുന്നു. ഈ സമയത്ത് യാക്കോബ് പിതാവിന് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന ആള് സാധാരണപ്പെട്ട ഒരാളല്ല. ഇദ്ദേഹം ബലാശാലിയായിരിക്കുന്ന ഒരുവനാണ്. ഇദ്ദേഹത്തിൽ എന്തോ ദിവ്യത്വമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. എന്നെ വിടുക, ഉഷസ് ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് കടന്നു വന്നതായിരിക്കുന്ന വ്യക്തി പറയുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് യാക്കോബ് പിതാവ് ദൈവസന്നിധിയിലെ ദൈവദൂതനായി ഇവിടെ വെളിപ്പെടുന്ന വ്യക്തിയുടെ സന്നിധിയിലെ കരഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് വ്യക്തമല്ല എങ്കിലും തിരുവെഴുത്തിൽ ഹോശയുടെ പുസ്തകം, ഹോശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 12-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഹോശയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3 മുതൽ. അവിടെ യഹോവയാകുന്ന യഹോവയുടെ ദൂതന്റെ മുൻപാകെ അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. അവൻ ദൈവദൂതനോട് പൊരുതി, മാത്രമല്ല ദൈവസന്നദ്ധിയിൽ അവൻ കരഞ്ഞപേക്ഷിച്ചു എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഈ 2 ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ കടന്നു വന്നത് യഹോവയുടെ ദൂതനാണ് എന്നുള്ള കാര്യം വ്യക്തമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. യഹോവയുടെ ദൂതൻ മാത്രമല്ല ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, തന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിന്റെ പേരെന്തെന്ന് ദൈവദൂതൻ ചോദിക്കുന്നു.
യാക്കോബ് വളരെ വ്യക്തമായി താൻ യാക്കോബാണെന്ന് പറയുന്നു. എന്നാൽ അവിടെ വെച്ച് ദൈവദൂതൻ അദ്ദേഹത്തിൻ്റെ പേർ മാറ്റി അവനെ ദൈവത്തിൻ്റെ പ്രഭു അഥവാ ഇസ്രയേൽ എന്ന് വിളിക്കുന്നു. ഇസ്രയേൽ എന്ന് വിളിച്ച് തന്നെ അനുഗ്രഹിച്ച ദൈവദൂതൻ അവിടെ നിന്ന് പോകുമ്പോൾ യാക്കോബ് പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്. 32-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല. ഇവിടെ വെളിപ്പെടുന്നതായിരിക്കുന്ന വ്യക്തി യഹോവയുടെ ദൂതനായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഒരു സാധാരണ ദൂതനല്ല അവിടെ വന്നത്. അവിടെ വന്ന ദൂതന് യാക്കോബ് പിതാവിനെ അനുഗ്രഹിക്കുവാനും യാക്കോബ് എന്ന പേര് മാറ്റി അവനെ ഇസ്രയേലാക്കുവാൻ, ദൈവത്തിൻ്റെ പ്രഭുവാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ശക്തനായിരിക്കുന്ന ഒരു പുരുഷനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ വെളിപ്പെട്ടത് ആരാണ്? ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ സമ്മതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെട്ടത്. പഴയ നിയമ പുസ്തകങ്ങൾ വെളിപ്പെടുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ഈ വചനപ്രകാരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സകല കാലത്തിനു മുമ്പേ ഉണ്ടായിരുന്നതാണ്. സകല മനുഷ്യരും ഉണ്ടാകുന്നതിന് മുമ്പ്, സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ദൈവദൂതൻ എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തെ കണ്ടിട്ട് എനിക്ക് മരണം സംഭവിച്ചില്ലല്ലോ എന്ന് യാക്കോബ് പിതാവ് പറയുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളുക, യാക്കോബ് പിതാവിനെ അനുഗ്രഹിച്ച് യാക്കോബ് പിതാവിൻ്റെ പേര് മാറ്റി യാക്കോബ് പിതാവിനെ ഇസ്രയേലാക്കി മാറ്റിയ ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന മഹാദൈവമാണ്. ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വലിപ്പവും മഹത്വവും വല്ലഭത്വവും ഈ ഭാഗങ്ങളിൽ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ കർത്താവിന് വേണ്ടി നമുക്ക് വീണ്ടും ഈ പകൽക്കാലം ജീവിക്കാം. ഒരു ദൈവദൂതനായി നമ്മോടൊപ്പം അണഞ്ഞ് നാം ഒറ്റയ്ക്കായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന സാന്ത്വന വചനവുമായി നമ്മോടുകൂടെ ഇരിക്കുന്ന, നമ്മോടുകൂടെ കടന്നു വരുന്ന, നമ്മോടുകൂടെ നടക്കുന്ന അത്ഭുത പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന മഹാദൈവം. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. ഈ ദൈവം നമുക്ക് പുതിയ പേര് നൽകുന്നു. ഈ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് വീണ്ടും മുന്നോട്ട് പോകാം. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് എല്ലാ നന്മകളും ഉയരത്തിൽ നിന്നും വീണ്ടും പകരട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.